രാജ്യമാകെ പടർന്നു പിടിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ നിലംപതിച്ചത്. കലാപത്തിന് പിന്നാലെ ഹസീന രാജ്യവും അധികാരം വിട്ട് ഓടിപ്പോയിട്ടും ബംഗ്ലാദേശ് ശാന്തമായിട്ടില്ല. രാഷ്ട്രീയ സാമൂഹ്യ വെല്ലുവിളികൾക്കൊപ്പം വലിയ സാമ്പത്തിക പ്രതിസന്ധി രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത്തരം അസ്ഥിരതകൾക്കിടയിൽ ബംഗ്ലാദേശ് അവരുടെ ചരിത്രം കൂടി മാറ്റി എഴുതുകയാണ്. രാജ്യത്തിന് ഒരു രാഷ്ട്രപിതാവ് വേണ്ടെന്ന് പറയുന്നവർ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെയാണ് തിരുത്തി എഴുതുന്നത്. ഷെയ്ഖ് ഹസീനയുടെ വീഴ്ചയ്ക്ക് പിന്നാലെ അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് രാജ്യത്തിന്റെ ചരിത്രം മാറ്റി എഴുതുന്നത്. രാഷ്ട്രപിതാവും ബംഗ്ലാദേശ് സ്ഥാപക പ്രസിഡന്റും ഹസീനയുടെ പിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ സംഭാവനകളെയാകെ രാജ്യം തിരസ്കരിക്കുകയാണ്. ഹസീന സർക്കാരിനെ താഴെയിറക്കിയ പ്രക്ഷോഭകർ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള മുജീബുർ റഹ്മാന്റെ പ്രതിമകളും സ്മാരകങ്ങളുമൊക്കെ അടിച്ചു തകർത്തിരുന്നു. ഹസീനയുടെയും അവരുടെ പാർട്ടിയായ അവാമി ലീഗ് അംഗങ്ങളുടെയും വസതികൾ തീയിട്ടു. പിന്നാലെയാണ് പുതിയ ചരിത്ര നിർമ്മിതി. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് മാറ്റി എഴുതുന്നത്. 1971 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അല്ല, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് സിയാവുർ റഹ്മാനാണെന്നാണ് പുതിയ തിരുത്തൽ. പുതിയ അധ്യയന വർഷത്തിൽ ഈ ചരിത്രമാകും പ്രൈമറി സെക്കൻഡറി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിക്കുക. ബംഗാബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ രാഷ്ട്രപിതാവ് എന്ന വിശേഷണവും പുസ്തകങ്ങളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. മുജീബുർ റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതെന്നാണ് 2010 മുതൽ വിതരണം ചെയ്യുന്ന പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിരുന്നത്. 1971 മാർച്ച് 26 പാകിസ്ഥാൻ സൈന്യം അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് മുജീബുർ റഹ്മാൻ വയർലെസ് സന്ദേശത്തിലൂടെ രാജ്യം സ്വതന്ത്രമായെന്ന് പ്രഖ്യാപിച്ചു. അന്ന് പാക് സൈന്യത്തിൽ മേജറായിരുന്ന സിയാവുർ റഹ്മാൻ തൊട്ടടുത്ത ദിവസം ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പരസ്യമാക്കി എന്നാണ് രേഖകൾ. പുതിയ ചരിത്രത്തിൽ മുജീബിറിന് സ്ഥാനമില്ല. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് സിയാവുർ റഹ്മാനാണെന്നാണ് പുതിയ പാഠം. മുജീബിന്റെ രാഷ്ട്രപിതാവ് പദവി രേഖകളിൽ നിന്ന് ഒഴിവാക്കി ഇടക്കാല സർക്കാർ കറൻസി നോട്ടുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കൂടി നീക്കി. അതിശയോക്തി നിറഞ്ഞതും അടിച്ചേൽപ്പിക്കപ്പെട്ടതുമായ ചരിത്രത്തിൽ നിന്ന് പാഠപുസ്തകങ്ങളെ മോചിപ്പിക്കാനുള്ള ശ്രമമെന്നാണ് തിരുത്തലുകൾക്ക് നേതൃത്വം കൊടുത്ത എഴുത്തുകാരനും ഗവേഷകനുമായ റഹൽ റാഖിയുടെ പ്രതികരണം. പാകിസ്ഥാൻ സൈന്യം അറസ്റ്റ് ചെയ്ത വേളയിൽ മുജീബുർ റഹ്മാൻ വയർലെസ് സന്ദേശത്തിലൂടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നത് വസ്തുതാപരമായ വിവരമല്ലെന്നാണ് പുതിയ ചരിത്ര നിർമ്മിതിക്കാരുടെ കണ്ടെത്തൽ. ആദ്യമായല്ല ബംഗ്ലാദേശിന്റെ ചരിത്രം തിരുത്തപ്പെടുന്നത്. അധികാരത്തിലെത്തുന്നവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം മാറ്റപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ ഹസീനയുടെ അവാമി ലീഗിനും ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNPക്കും തുല്യ പങ്കുണ്ട്. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് മുജീബുർ റഹ്മാനാണ്. മുജീബിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പരസ്യപ്പെടുത്തുക മാത്രമാണ് സിയാവുർ റഹ്മാൻ ചെയ്തതെന്നാണ് അവാമി ലീഗിന്റെ വാദം. പാർട്ടി സ്ഥാപകൻ കൂടിയായ സിയാവുർ റഹ്മാനാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്നാണ് BNPയുടെ വാദം. അവാമി ലീഗ് അധികാരത്തിലിരുന്ന 1996 മുതൽ 2001 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ മുജീബിന്റെ പേരിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപന ചരിത്രം. 2001 BNP അധികാരത്തിലെത്തിയപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് സിയാവുർ റഹ്മാനാണെന്ന് തിരുത്തുണ്ടായി. 2010 ഷെയ്ഖ് ഹസീന രണ്ടാം വട്ടം അധികാരത്തിലെത്തിയപ്പോൾ പുസ്തകങ്ങൾ വീണ്ടും തിരുത്തി. സിയാവുറിനെ വെട്ടി മുജീബുർ റഹ്മാന്റെ പേര് വീണ്ടും എഴുതി ചേർക്കപ്പെട്ടു. അതാണ് ഇപ്പോൾ ഇടക്കാല സർക്കാർ തിരുത്തി എഴുതിയിരിക്കുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പേരിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തല്ലുകൂടുമ്പോൾ ചരിത്രം എന്ത് പറയുന്നു എന്നുകൂടി പരിശോധിക്കാം. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് മുജീബുർ റഹ്മാനാണ് എന്നതിന് നിരവധി തെളിവുകളുണ്ട്. 1971 മാർച്ച് 26 US പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി വൈറ്റ് ഹൗസിന് നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ പാകിസ്ഥാന്റെ കിഴക്കൻ ഭാഗത്തെ പരമാധികാര സ്വതന്ത്ര പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശായി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പ്രഖ്യാപിച്ചതോടെ രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല 1971 മാർച്ച് 27 വിവിധ രാജ്യങ്ങളിലെ പത്രങ്ങൾ ബംഗാബന്ധു ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിഴക്കൻ പാകിസ്ഥാന്റെ ദേശീയ നേതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തന്റെ പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷം അറസ്റ്റിലായെന്നാണ് അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പാക് സൈന്യത്തിൽ മേജറായിരുന്ന സിയാവുർ റഹ്മാൻ 1971 മാർച്ച് 27 മുജീബിറിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപന സന്ദേശം വായിച്ചു എന്നതും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 1971 മാർച്ച് 26 ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ധാക്കയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്നാണ് ബംഗ്ലാദേശ് ഭരണഘടനയിലും പറയുന്നത്. ആ ഭരണഘടനയും ഉടൻ തിരുത്തപ്പെട്ടേക്കും. സർക്കാർ ജോലികളിലെ സംവരണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ 2024 ഓഗസ്റ്റ് 5 ഹസീന സർക്കാർ നിലംപതിച്ചത്. സമാധാനപൂർണ്ണമായിരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം പൊടുന്നനെ ശക്തി പ്രാപിച്ചപ്പോൾ ഏകാധിപത്യ പ്രവണതകൾ കാണിച്ച ഭരണാധികാരിക്ക് പദവി ഉപേക്ഷിച്ച് രാജ്യം വിടേണ്ടി വരികയായിരുന്നു. പിന്നാലെ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചു.
പിന്നാലെ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പൈതൃകം രാജ്യത്ത് നിന്ന് പതുക്കെ തുടച്ചു നീക്കപ്പെട്ടു തുടങ്ങി. 1000-ലധികം ദേശീയ സ്മാരകങ്ങൾ നശിപ്പിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. മുജീബുർ റഹ്മാനുമായി ബന്ധപ്പെട്ട അവധി ദിനങ്ങളും റദ്ദാക്കി. മുജീബുർ പ്രചരിപ്പിച്ച ജോയ് ബംഗ്ല ഔദ്യോഗിക ദേശീയ മുദ്രാവാക്യമല്ലെന്ന് പരമോന്നത കോടതിയും വിധിയെഴുതി. കറൻസിയായ ഡാക്കയിൽ നിന്ന് ബംഗാബന്ധു ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരമെത്തിയത് മതചിഹ്നങ്ങളാണെന്നതും ശ്രദ്ധേയം. ഇത്തരത്തിൽ ചരിത്രത്തെ അപ്പാടെയാണ് ബംഗ്ലാദേശ് തിരുത്തി എഴുതുന്നത്. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശിന്റെ മോചനത്തിനും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയും ഏൽപ്പിച്ചതായിരുന്നു 1971 വിമോചന യുദ്ധം. അതിന്റെ സ്മാരകം പോലും ആക്രമിക്കപ്പെട്ടു. പാക് മേജർ ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ഇന്ത്യൻ സൈന്യത്തിനും ബംഗ്ലാദേശിന്റെ മുക്തിബാഹിനിക്കും കീഴടങ്ങാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു സ്മാരകം. അത് ആക്രമിക്കപ്പെട്ടതിനൊപ്പം സ്വാതന്ത്ര്യലബ്ധിയിൽ ഇന്ത്യക്കുള്ള പങ്കുകൂടിയാണ് ബംഗ്ലാദേശ് നിരാകരിക്കുന്നത്. ഇന്ത്യ സഖ്യകക്ഷി മാത്രമായിരുന്നു എന്നാണ് ബംഗ്ലാദേശിന്റെ പുതിയ ഭാഷ്യം. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ഭീഷണിയായി ഇന്ത്യയെ കാണുന്നവർ നയങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും അടുക്കുന്നത് പാകിസ്ഥാനോടാണ് എന്നതാണ് ഏറെ രസകരം. മൂല്യശോഷണം വന്ന ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് സംഭവിക്കേണ്ടതേ ഹസീനയ്ക്ക് സംഭവിച്ചിട്ടുള്ളൂ. അതിന്റെ പേരിൽ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പോരാട്ടങ്ങളെയും രാജ്യസ്ഥാപനത്തിനായി നടത്തിയ സാമൂഹ്യ രാഷ്ട്രീയ പരിശ്രമങ്ങളെയും നിരാകരിക്കുന്നത് സ്വന്തം നിലനിൽപ്പിനെ തന്നെയാകും ചോദ്യം ചെയ്യുക.